السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب الله القدر العظيم الجاه آله وصحبه وسلم تسليما قدر الله ذاته في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم. صدق الله المولانا العظيم. اتقوا الدنيا واتقوا النساء. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, അല്ലാഹ് ഖുർആനിൽ ചൊല്ലും, ഇൻ തത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണ്ടെങ്കിൽ യജ്അൽ ലക്കും ഫുർഖാന, നിങ്ങൾ എന്താ അള്ളാഹുവിനെ പേടിക്കണ്ടെങ്കിൽ നിങ്ങൾ നല്ല വിവേചന ശക്തിരാവൺ തണ്ട ആറ് അള്ളാഹു. വയഗഫിറൻകും സയ്യാത്തിക്കും വയഗഫിർ ലക്കും വയഗഫിറൻകും സയ്യാത്തിക്കും, നിങ്ങളെ എല്ലാ സയ്യാത്തിന ചെന്ന് ബെടക്കട അവന് ഇല്ലാണ്ടാക്കട. വയഗഫിർ ലക്കും, നിങ്ങളുടെ ദോഷത്തെല്ലാം അവನು മാഫാകട, മുക്തി നൽകട, ദോഷമുക്തി നൽകട. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അള്ളാഹു ഘനവെത്ത ഔദാര്യമുള്ളവണ്, അത് നല്ല അലീമായ ഫളുള്ളവണ് അള്ളാഹു. നേരത്തെ എന്തോ അള്ളാഹുടെ പേടിക്കും പോലെ പേടിച്ചെങ്കിൽ അള്ളാഹു നിങ്ങൾ നല്ല വിവേചനാശക്തി തണ്ട. അതിമ്പാടുണ്ട്. എല്ലാവർക്കും ബുദ്ധിയാറാവണം. ഇന്ത്യക്ക് ഇവിടെ നോക്കിയ ഷെയ്ത്താനുള്ള മഹാനായി ഒന്നാമത്തെ ഖലീഫ അള്ളാഹ് റസൂലിൻ്റെ ഹബീബ്, അതായത് അബൂബക്കർ സിദ്ദീഖ് അള്ളാഹ്, ഇസ്ലാമിൻ്റെ പ്രപ്രഥമ മെമ്പറല്ലേ, ദീനിക്ക് ഹയ്യസ്റ്റ് ചിലവാക്കിയ അയൽ. എല്ലാ വിഷയത്തിലും, ഇസ്ലാമിൻ്റെ എല്ലാ വിഷയത്തിലും പ്രപ്രഥമ സ്ഥാനം ആർക്ക്? സിദ്ദീഖിലൊക്കെ പറയുള്ളതാണ്. എല്ലാ വിഷയത്തിലും ഇടീ എല്ലാ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാർ ഈമാനും സിദ്ദീഖിലൊക്കെ പറയുക. ഈമാനെ തൂക്കിയിട്ട് ഈമാൻ ആരോടോ സിദ്ദീഖിലൊക്കെ പറയുന്നവരോട് ഈമാൻ ആരോടോ. അത്ര പവറുള്ള മഹാൻ. സ്വർഗത്ത് 8 വായിലുണ്ട്, 8 വായിലിന് പോകുള്ള ഭാഗ്യ. അള്ളാഹു 360 സ്വഭാവമുണ്ട്, 360 സ്വഭാവം ഉണ്ട് ആർ സിദ്ദീഖിലൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ മഹാൻ. പിന്നെ അവിടുത്തെ മോള് ആയിഷ ഉമ്മ, അള്ളാഹു സിന്തല്ലേ എൻ്റെ പാതിയിൽ ആയിഷ ഉമ്മട്ടുണ്ട്. ആയിഷ ഉമ്മക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ ഇൽമുലു എത്രയോ സഹാബകൾ ആയിഷ ഉമ്മയുടെ ശിഷ്യന്മാർ. ആ ഉമ്മ അങ്ങനെ ആ ഉമ്മയുടെ ഗ്രേറ്റസ്റ്റ് ചെന്നിങ്ങനെ ആ ഉമ്മയുടെ ഫലായിൽ ചെന്ന് തീർക്കുക ആർക്കും ആവില്ല. അത്ര ഗ്രേഡുണ്ട്. ചെന്ന് തീർക്കുക അള്ളാഹുവിൻ്റെ റസൂലും സിദ്ദീഖിലൊക്കെ അങ്ങ് മാത്രം ആടും, വേറെ ആർക്കും അല്ല. അത്ര ഫലായിലുണ്ട്. അങ്ങനെ ഒരു നാല് ആയിഷ ഉമ്മടത്തുള്ളൂ ആറുണ്ട്. പിന്നെ അള്ളാഹു റസൂലിൻ്റെ ആക ആയിഷ ഉമ്മടത്ത് വന്നിട്ട് സിദ്ദീഖിലൊക്കെ പറഞ്ഞാണ്. അങ്ങനെ വന്നപ്പോൾ അള്ളാഹു റസൂൽ കടന്നു വന്നു. എവിടേക്ക്? ആയിഷ ഉമ്മടത്ത് അവിടെ ഔത്തു വരുമ്പോഴത്തേക്ക് ചെന്ന് മുൻപ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ചെന്നിട്ട് പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ചെന്നിട്ട് ഔത്തുക്ക് പ്രവേശിച്ചിട്ട്, അങ്ങനെ പ്രവേശിച്ചിട്ട് സലാമെല്ലാം മടക്കൽ. പിന്നെ സിദ്ദീഖിലൊക്കെ പറയുന്ന കേട്ട് നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ചെന്നോട്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ സുജന്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ഒരാണും പെണ്ണുണ്ട് അവിടെ ഉണ്ടെങ്കിൽ അത് നോക്കലും തുടൽ ഹലാലായി നോയിട്ടെങ്കിൽ സമ ഉണ്ടെങ്കിൽ അവിടെ ഷെയ്ത്താന് പ്രവേശിക്കുമോ നോക്കിക്കൊണ്ടിരിക്കട. അവിടെ ഷെയ്ത്താൻ വന്നിട്ട് ഹാജരാകുമോ നോക്കിക്കൊണ്ടിരിക്കട. അവിടെ ഷെയ്ത്താനിക്കട. അതുകൊണ്ട് ഷെയ്ത്താൻ്റെ ഷറിൽ നിന്നാണ് അഭയം കേട്ടോ അള്ളാഹുട്ടു എന്ന് ചെല്ലാറട്ടുകൂടെ ചെല്ലോ ആറുള്ളതുള്ളോ ബോസ് ബോഹാൻ ഈമാൻ്റെ വലിയ നിധിങ്ങ ഉള്ള പക്കത്തിൽ ചെന്നു. ആറ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ചിന്തനഹാര വിഷയം. ആവലെ ഇന്ത്യയോട് നോക്കി ആണും പെണ്ണെല്ലാം ഒട്ടായ്മയിടും. അന്യ പെണ്ണ് ആണ് പെണ്ണ് ആണ് അന്യ പെണ്ണ് എന്നുള്ള വ്യത്യാസമില്ല. എത്ര ചെന്ന് പെങ്ങന്മാരെ പോലും പെങ്ങന്മാർ ഏലോലു മുത്തങ്ങന്മാർ ആരെന്തൊക്കെ തീറ എല്ലാം ദൂരത്തായിട്ടിരിക്കണം. ചെന്നെങ്കിൽ ദൂരം ചെന്നെങ്കിൽ അത് കളിച്ച 10 വയസ്സായാലും പിന്നെ സ്വന്തം ഉമ്മ ഉറങ്ങണ്ട മോണ്ടിട്ടു. ഉമ്മ ഉറങ്ങണ്ട, മോലോട്ടു പാപ്പ ഉറങ്ങണ്ട. എന്നാലും അള്ളാഹ് റസൂൽ ചെന്ന് വെച്ചെന്നെങ്കിൽ ഷെയ്ത്താനോടെ വണ്ട എന്ന് ചെന്ന് വെച്ചോ.
ഷെയ്ത്താൻ അവിടെ ഇക്കട അവನು ഷെയ്ത്താന് എന്താക്കോ ആവണം. അതുകൊണ്ടല്ലേ എത്രയോ പക്ക ಎಲ್ಲ സംഭവക്കെടുത്തല്ലേ ഇലങ്ങന്മാർ അല്ലെങ്കിൽ എലോല ഇലങ്ങന്മാർ മൂത്തങ്ങന്മാർ ಯೂಸಾಕ್ಯೋ വെച്ചെങ്കിൽ ಅನೈತಿಕ ಸಂಪರ್ಕ ಹಾಕ್ಯೋ, ಬಾಪ ಸ್ವಂತ ಮೂಲೆ ಹಾಕ್ಯೋ, ಕಾಕ കഴിഞ്ഞ് മറുമൂല ಹಾಕ್ಯೋ, മറുമൂല ಅನೈತಿಕ ಸಂಪರ್ಕಲೇ. എത്രയോ പക്കം നടന്ന സംഭവമല്ല കണ്ടത്. സംഭവമല്ല എല്ലാ മീഡിയത്തിലും എല്ലാ പേപ്പറിലും അപ്പം വന്നിട്ടുണ്ടല്ലേ. എന്തുകൊണ്ട് ഷെയ്ത്താൻ എല്ലാ പക്കത്തിലും ഉള്ള, ഷെയ്ത്താൻ എല്ലാ പക്കത്തിലും ഉള്ള. ഇപ്പോൾ ഇತ್ತೀಚೆಗೆ ಬಂತಲ್ಲ ಎಂದರು ಸ್ವಂತ ಉಮ್ಮಡವ್ರ ಮೋನು ವ್ಯಭಿಚಾರಕ್ಕೆ. എന്തുകൊണ്ടാക്കടോ ആ ഉമ്മയുടെ മോണല്ല അവണു, ആ ഉമ്മ പെത്രക്കു, ആ ഉമ്മ ಅನೈತಿಕമായി ಪರಪಾಟಿ ಮೋನು. അതുകൊണ്ട് ಬತ್ತೋ ಕಾರಣ ಅವನು ಅನೈತಿಕ ಸಂಪರ್ಕ ಹಾಕೋ ಕಾರಣ ಟೋಟಲ್ ಹೇಳಿದ್ರ ಉದ್ದೇಶ എവിടുന്നൊക്കെ ഷെയ്ത്താന് പെണ്ണിന്നവിടെ ഹാജരാടും, ആണിന്നവിടെ ഹാജരാടും, ആണും പെണ്ണും ഒട്ടിന്നവിടെ ഹാജരാടും. അതുകൊണ്ട് അവിടെ അവൻ്റെ ഷറിൽ ಬರಾತ പോലെ എപ്പോൾ കാവലോട് കൂടി ഭയങ്കര ജാഗ്രത ആക്കലോ. ഒരു പെണ്ണിൻ്റെ അമൃതായ ആണുമക്കളെ നോക്കാത്ത മഹാന്മാരല്ലേ. അമൃതിന് മീശൻ താടി വരാത്ത ആണുമക്കളെ നോക്കിയമേ ഇല്ല. ഇമാം നബി റളിയല്ലാഹുവിനടക്കം എത്ര മഹാന്മാർ, സുബ്ഹാനല്ലാഹ്. ഒരു ക്യാരേ ഇല്ല നമಗೂ പെണ്ണിങ്ങളെ ആണിങ്ങ പെണ്ണിങ്ങളെ നോക്കിടത്തേക്ക് ഒരു ഇതേ ഇല്ല. അതൊരു ദോഷമേ അല്ല എന്നെല്ലായിട്ട്. കാരണം അവിടെയുള്ള പോയിൻറ്റ് ഒരു പെണ്ണിടെ ഒരാണ് കരുതി കൂട്ടി നോക്കിയാണ്ടിട്ട് അവൻ്റെ ഫോണിന്നാലത്തെ ഈ ഭാഗത്ത് ഫെയിലാവിടും. അപ്പമേ അവನು കരുതി കൂട്ടി നോക്കിയോ ഉണ്ടായിട്ടെങ്കിൽ ഫോണിൽ ചെന്നാലത്തെ അവൻ്റെ ഈ ഭാഗത്ത് ഫുള്ള് അള്ളാഹു ഭസ്മാക്കട ചെന്നെങ്കിൽ എല്ലാം ഫെയിലാക്കട. കാരണം ഈമാൻ ഇമ്പോർട്ടൻ്റ് അല്ല, ഈമാനില്ലാത്തവங்க മാത്രം നോക്കാവിടും. കരുതി കൂട്ടി ഒരു പെണ്ണിടെ നോക്കാവിടും ആർക്ക് ഈമാനില്ലാത്തവോ ആണ് പോത്തരെ ആണ്ട് നോക്കട ആർക്ക് പെണ്ണ് ಅವರು ಈಮಾನ್ ಕೊರಡಿ ಮಾಡ ವೋಲ್ಟೇಜ್ ಎಲ್ಲ ಕೊರಡಿಲೇ ಅದು ಇನ್ನಿತರ ಕೊರಡಿ ಹಾಕಡು, അതുകൊണ്ട് ഇൻഷാല്ലാഹ് കൈവിട പരമാവധി എപ്പോഴൊക്കെ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചെന്നുകൊണ്ട് സദാ ആണിന്നോടെ പെണ്ണിന്നോടെ ആണിക്കാണ്ട് കൈവിട പരമാവധി ആണികളെ പെണ്ണിങ്ങളെ ജാഗ്രത ആക്കിക്കൊണ്ട് ജീവിക്കും. നമ്മൾ എല്ലാവർക്കും നീ ഭാഗ്യം നൽകുക അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആ എല്ലാ ഭാഗ്യം ഇപ്പം ഈ നല്ല തിങ്കളിൽ ഭാഗ്യം കിട്ടിയെങ്കിൽ പിന്നെ നിങ്ങൾ ആയുഷ് മുഴുവനും കിട്ടും. അതുകൊണ്ട് നല്ല തിങ്കളല്ലേ ರಜಬು, ಶಾಬಾನ್, ರಮಲಾನ್, ಈಮಾನ್ಡ ವೋಲ್ಟೇಜ್ ಯಾರಾಕೋಲ್ಲ നല്ല തിങ്കൾ പഠിച്ചവനെ ഈ 3 തിങ്കളിൽ നാളെ ഈമാൻட വോൾട്ടേജ് നല്ല യാറാക്കിക്കൊണ്ട് സത്കർമ്മ കുരുടിയായെങ്കിലില്ല അള്ളാഹ് വിരോധിച്ചെടുത്തോട്ട് ദൂരത്തായി ജീവിക്കോ. നമ്മൾ എല്ലാവർക്കും നീ ഭാഗ്യം ഉണ്ടാക്കുക അള്ളാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.